That's huge. That is a biggie. It's out of here. Oh my goodness. Yes. My goodness. That's huge. That is a biggie. It's out of here. Oh ജോസേട്ടാ, നമ്മൾ ജയിച്ചു ജോസേട്ടാ. my നമ്മളോ? goodness. എടാ നീ എങ്ങനെ വന്നേ? That's huge. ഈ ഉള്ളിൽ നിന്ന് അരിഞ്ഞേ ആ ആവേശം ഇവിടെ കാണിക്കും. It's out of here. Oh my goodness. My goodness. എടാ പ്രാഞ്ചി ആ എന്താ ജോസേട്ടാ? എടാ നീ ആ കല്യാണത്തിന് ഓക്കെ പറഞ്ഞു? ടെസ്റ്റിയുടെ പാരൻസ് കൊണ്ടുവന്ന ആ പ്രപ്പോസല് ആ പറഞ്ഞു. നീ ആലോചിച്ചിട്ടൊക്കെയാണോ തീരുമാനം എടുത്തേ? എന്താ ആലോചിക്കാൻ? കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചിട്ട് ഞാൻ ചോദിച്ചതാ. എന്ത് കുറച്ച് നാളുകൾക്ക് ശേഷം അവൾ മരിച്ചു പോയിരിക്കാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓ അപ്പോൾ അവളോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അവിടെ കല്യാണം കഴിഞ്ഞാൽ അവളുടെ സ്വത്തും പൈസ ഒക്കെ കണ്ടിട്ട്. ആ എനിക്കറിയില്ല. എന്തൊരു മാറ്റമാണ് നിനക്ക്! ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? ഓ അതിപ്പോ ഞാൻ ചെയ്യുന്ന പോലെ എല്ലാവരും ഇപ്പോൾ ചെയ്യുള്ളൂ. ക്യാഷ് കിട്ടുവാണേ എല്ലാവരും അങ്ങനെ ചെയ്യൂ. ഈ സ്നേഹം ക്യാഷ് നാടിയെന്നേ. എനിക്ക് ക്യാഷ് വേണം, ക്യാഷ് ബാക്കിയെല്ലാം കൊണ്ടുവരും. പിന്നെ അവൾക്കിങ്ങനെ രോഗം ഉണ്ടെന്ന് അവൾക്ക് തന്നെ അറിയത്തില്ല. പിന്നെ ഈ കല്യാണം നടക്കുന്നത് തന്നെ അവളുടെ അപ്പൻ്റെ അമ്മേൻ്റെ ഇഷ്ടത്തിനാണ്. ഓ പിന്നെ എൻ്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. അതുവരെ പിടിച്ചിരിക്കുന്ന കാര്യമാണ് എനിക്കറിയാത്തത്. നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്? കുറെ നാളുകൾക്ക് മുമ്പ് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അവള് ചെയ്ത ഒരു കുറ്റം നിന്നോട് ഇഷ്ടം തോന്നി. അവൾ എപ്പോഴും എന്നെ സ്നേഹിച്ചിരുന്നെന്ന് എനിക്കറിയത്തില്ല. ചെറുപ്പത്തിൽ എപ്പോഴോ അവൾ എന്നോട് കുറച്ച് നാളുണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നാളെ അവളെ എപ്പോൾ കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നാളെ വൈകുന്നേരം അവളെ കാണുമ്പോൾ എന്ത് പറയുന്ന ഞാൻ ആലോചിക്കുന്നത്. എടാ പ്രാഞ്ചി, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജീവിക്കുന്ന ഒരു ജീസസ് യൂത്ത് ആയിരുന്നില്ലേ നീ? എവിടെ പോയടാ ആ പഴയ പ്രാഞ്ചി? എൻ്റെ പൊന്നു പ്രാഞ്ച് അതൊന്ന് ഓഫ് ചെയ്തിട്ട് പോയടാ. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സമ്മതിക്കടാ. എടാ അല്ല നീ ഇന്നേലും വാടാ, നമുക്ക് ഇന്നോട്ട് തുടങ്ങാം. എൻ്റെ പൊന്നു ഇന്നില്ലടാ, നാളെ തൊട്ടാവട്ടെ. ഇത് പറയാൻ തുടങ്ങിയിട്ട് 1-2 ആഴ്ചയായി കേട്ടോ. ഓ രണ്ടിവിടുന്ന് പോ, എനിക്കൊന്ന് ഉറങ്ങണം. എടാ നിനക്കറിയോ എന്നെ എന്താ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നെന്ന്? എനിക്ക് മുമ്പ് കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ടോ അവിടെ. അവൻ്റെ ആ ഒരു സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാടാ അവനോട് സംസാരിക്കാതെ മാറി നിൽക്കാൻ സാധിക്കുക? സമ്മതിച്ചേ, നാളെ മുതൽ ഞാനും വരാം. ആയിക്കോട്ടെ. അതൊക്കെ അങ്ങ് ഉണങ്ങി വരണ്ട് പോയെന്നേ. പ്രാഞ്ചി, കർത്താവ് നിന്നെ റീലോഡ് ചെയ്യുമടാ. എൻ്റെ ജോസേട്ടാ, നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്താവോ? ഒരു റീലോഡിങ് ഒന്ന് പോ ജോസേട്ടാ. ജോസേട്ടാ ഫുഡ് എടുത്ത് വെച്ചോട്ടോ, ഞാൻ കുളിച്ചിട്ട് വരാം. നാളെ അവളെ കാണാൻ പോകണ. എടോ താനെന്താ ആലോചിക്കുന്നത്? ഏയ് ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുമായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ നമ്മൾ എന്നാ ലാസ്റ്റ് മീറ്റ് ചെയ്തേന്ന്? ഏയ് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് തോന്നണേ ലാസ്റ്റ് ഇയർ ക്രിസ്മസിന്റെ ഗ്യാതറിംഗിനാന്ന് തോന്നുന്നു. ആ അത് ശരിയാ. എടോ പ്രാഞ്ചി, താൻ ഓക്കെ അല്ലേടോ? അതെ, അതെന്തോടോ അങ്ങനെ ചോദിച്ചേ? അല്ല, നമ്മുടെ കല്യാണത്തിന് ഓക്കെ അല്ലേന്ന്? ഞാൻ ഓക്കെ ആടോ. അതല്ല,
നമ്മുടെ ഫാമിലിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണോ ഓക്കെ പറയുന്നേ? ഏയ് അല്ലടോ. നിനക്ക് ഇഷ്ടാന്ന് പറയുന്നേ ആത്മാർത്ഥമായിട്ടാ? അതേടോ. എന്താ അങ്ങനെ ചോദിച്ചേ? ഏയ് വെറുതെ ചോദിച്ചാ. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പോഴാണ് പറയാൻ ഒരു അവസരം കിട്ടിയത്. നമുക്കിനി കുറച്ച് നടന്നാലോ? വാ. ഞാൻ ഓർക്കുന്നുണ്ടോ നമ്മുടെ കുട്ടിക്കാലം? നമ്മുടെ വീടിന് ചുറ്റും കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ നീയായിരുന്നു. എന്ത് രസമായിരുന്നല്ലേ? എല്ലാവരും പങ്കുവച്ചും പരസ്നേഹത്തിൽ ജീവിച്ചാൽ എത്ര മനോഹരമീ ലോകം, സമത്വ സുന്ദരമീ ലോകം. ഇവിടെ പറുദീസ, വിടരും പറുദീസ, സുരഭില പറുദീസ. ആഹാ, എത്ര മനോഹരമായ വരികൾ. ഇത് വല്ലതും നടക്കുവോ? എടാ സജി, നീ നൈറ്റ് പഠിക്കാതെ. എടാ നീ എൻ്റെ കാര്യം നോക്ക്. ജീവിതം എടുത്ത് ആകെ തകർന്നിരിക്കുമ്പോഴാണ് ഈ പ്രാഞ്ചീനെ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. പിന്നെ നിങ്ങളുടെ എല്ലാം കട്ടയ്ക്കുള്ള സ്നേഹമല്ലേടാ ഞാൻ ക്രിസ്തുവിനെയും എന്നെ തന്നെയും കണ്ടെത്തിയത്. ആഹാ, അടുത്ത ആഴ്ചക്കുള്ള സെഷനുള്ള ആളായല്ലോ. ആരാടാ നല്ലൊരു കൂട്ടായ്മ ആഗ്രഹിക്കാത്തത്? ഈ സന്തോഷത്തിൽ നമുക്ക് ആ പാട്ടൊന്ന് പാടിയാലോ? എല്ലാവരും പങ്കുവച്ചും പരസ്നേഹത്തിൽ ജീവിച്ചാൽ എത്ര മനോഹരമീ ലോകം, സമത്വ സുന്ദരമീ ലോകം. ഇവിടെ പറുദീസ, വിടരും പറുദീസ, സുരഭില പറുദീസ. എടാ പ്രാഞ്ചി, കുറച്ചു വർഷം മുന്നേ നിന്റെ എന്തോ സ്റ്റേറ്റസ് കണ്ടിരുന്നു. വൺസ് എ മിഷണറി ഈസ് ഓൾവേസ് എ മിഷണറി എന്നോ മറ്റോ. നീ ഇനി ശരിക്കും വല്ല മിഷണറി ആണോ? ഈ ലോകം ഒരു പിടിവെള്ളിയും കിട്ടാതെയാ പോകുന്നത്. നിനക്കൊക്കെ വല്ല പ്ലാൻ ഉണ്ടോടാ? എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഈ കോഴ്സ് കഴിഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് വല്ല നേഴ്സ് പെക്കറ്റിനെ കിട്ടി UK US വല്ല സെറ്റായാൽ മതി. എത്ര നല്ല നടക്കാത്ത പ്ലാൻ. എനിക്ക് എന്തെങ്കിലും വെറൈറ്റി സ്റ്റാർട്ടപ്പ് തുടങ്ങണം. അതിനൊരു പഞ്ചുണ്ട്. പ്രാഞ്ചി ബ്രോ, താങ്കൾക്ക് എന്തെങ്കിലും സ്വപ്നമുണ്ടോ? കർത്താവ് ആഗ്രഹിക്കുന്ന ദേശത്ത്, കർത്താവ് ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു മിഷണറി ആയിട്ട് ജീവിക്കണം. ദാറ്റ്സ് ഓൾ. ആ, അതൊരു കൈവിട്ട കളിയാണ്. നീ എന്താടാ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ലടോ. ഇനിയിപ്പോ നീ ശരിക്കും വല്ലോ മിഷണറി ആണോ? ഏയ് അതൊക്കെ ചാരം മൂടി പോയെന്നേ. എനിക്കിന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിച്ചതുപോലെ. രസാ, നീ എന്നും അങ്ങനെ ആകാമല്ലോ. ഇല്ലടാ, നിനക്കറിയാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇനി അധികം നാളുണ്ടാവില്ല. ഇന്നോ നാളെയോ ഞാൻ ഈ ലോകത്തുനിന്ന് പോകും. അതേടാ, വീട്ടുകാർ വിചാരിക്കുന്ന എനിക്കിതൊന്നും അറിഞ്ഞുകൂടാന്നാ. പക്ഷെ നിനക്കറിയാമോന്ന് ഇനി ഞാൻ ചോദിക്കുന്നില്ല. അറിയാന്ന് പറഞ്ഞ സിമ്പതിയുടെ പുറത്ത് സ്നേഹമാണെന്ന് ഞാൻ വിചാരിക്കും. എങ്കിലും ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുക, നിനക്കിതറിയായിരുന്നോ? ഇല്ലടോ. എനിക്കിന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. നിന്റെ കൂടെ ഒത്തിരി നാൾ ജീവിക്കാൻ ആഗ്രഹം തോന്നുന്നു. അത് നടക്കണ്ട സാർ. പക്ഷേ കർത്താവിൻ്റെ വചനവും ഞാൻ ഡെയിലി സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയാണ് ഇപ്പോൾ എൻ്റെ ആശ്വാസം. നമ്മുടെ കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ എനിക്ക് ഓർത്തിരിക്കാൻ ഒരു പിടി നല്ല ഓർമ്മകൾ കിട്ടി. ഏയ് അങ്ങനൊന്നും ഇല്ലട്ടോ സാർ. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഐ റിയലി ലവ് യു. കർത്താവ് നിന്നെ റീലോഡ് ചെയ്യുന്നു.
ചികിത്സിച്ചാൽ മാറൂലേ? ഇല്ലടോ. എടാ, പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് വിഷമം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നമ്മൾ വചനം എടുക്കാറില്ലേ? എടാ, നീ ഈ ബൈബിളൊന്ന് വായിച്ചേ. കർത്താവേ, ഇന്നലെ വരെ എൻ്റെ ആഗ്രഹമെല്ലാം ദുരാഗ്രഹമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, അവളൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഹലോ, അല്ല നീ എവിടെയാടാ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഓ അതെയോ. എടാ, നമ്മുടെ പ്രാഞ്ച് കൊണ്ടുവിടാൻ നീ എയർപോർട്ടിലോട്ട് വരുന്നില്ലേ? എടാ, ഞാൻ ഇറങ്ങിയിട്ടില്ല, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ 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 എടാ. എടാ, എനിക്കും നമ്മുടെ പ്രാഞ്ചിയെ പോലെ ആകാനാടാ എനിക്കും ആഗ്രഹം. നീ ആഗ്രഹിക്കുന്നേ ഉള്ളോ? ഞാനൊക്കെ എപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങി. ആണോ? ശരി ശരിയടാ. ഓക്കേടാ, എന്നാ ഞാനേ ഇവിടെ എത്തി, നമുക്ക് കാണാട്ടോ, അവിടെ വെച്ച് കാണാം. ഓക്കെ ഓക്കേടാ. ആടാ, നീ എത്തിയോ? എന്നാലും എന്റെ പ്രാഞ്ചി ഇതെങ്ങനെ സംഭവിക്കുന്നടാ? എടാ, നീ ആഗ്രഹിച്ചാൽ മാത്രം മതിയടാ, കർത്താവ് നിന്നെ റീലോഡ് ചെയ്തോളൂ. Wishing you all a very happy mission journey. കർത്താവ് ആഗ്രഹിക്കുന്ന ദേശത്ത്, കർത്താവ് ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു മിഷണറി ആയിട്ട് ജീവിക്കണം. അകലുന്ന സ്നേഹത്തെ ഇഴചേർത്തിണക്കാൻ, പിരിയുന്ന ബന്ധത്തെ കൈകോർത്തെടുക്കാൻ. അകലുന്ന സ്നേഹത്തെ ഇഴചേർത്തിണക്കാൻ, പിരിയുന്ന ബന്ധത്തെ കൈകോർത്തെടുക്കാൻ. വരവേകളെ കരുണാമയ ഒരുമൈ സ്തുതി
സ്തുതിയേറ്റുവാൻ വരമേഘമേ കരുണാമയ ഒരു വഴി സ്തുതിയേറ്റുവാൻ അങ്ങെന്നിൽ ജീവിക്കണേ അങ്ങെന്നിൽ ജീവിക്കണേ